ഞാൻ സാക്ഷാൽ വാളക്കുളം മൗലവിയെ വെല്ലുവിളിക്കുകയാണ്. ഇബ്നു തൈമിയയുടെ തൗബയെക്കുറിച്ച്, കാക്ക തൗബയെക്കുറിച്ച്, അത് അഹ്ലുസുന്നയുടെ ഇമാമുകൾക്ക് മുന്നിൽ നിന്ന് തടിയൂരാൻ നടത്തുന്ന അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം തന്ത്രമായിരുന്നു എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ ഇമാമുകളും രേഖപ്പെടുത്തിയപ്പോ ആ രൂപത്തിലുള്ള ഒരു പരാമർശം BKF-ന്റെ വേദിയിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തിയത് അടുത്ത എപ്പിസോഡിൽ കാണിക്കാൻ സാക്ഷാൽ വാളക്കുളത്തിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇബ്നു തൈമിയെ ചില ആളുകൾ ഇന്ന് വെള്ളപൂശാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ സുന്നിസത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന AP വിഭാഗം, അവരുടെ നേതാവാണല്ലോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. അദ്ദേഹം സമീപകാലത്ത് നടത്തിയ ഇബ്നു തൈമിയെ വെള്ളപൂശാൻ നടത്തിയ പരാമർശങ്ങൾ വർത്തമാനകാലത്ത് വരുത്തി തീർത്തിട്ടുള്ള വലിയ വിവാദങ്ങൾ പ്രിയമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മൾ വളരെ ശക്തമായി അദ്ദേഹത്തിന്റെ ആ പിഴച്ച ആശയത്തിനെതിരിൽ ശക്തമായി നമ്മൾ പ്രതികരിച്ചു. നമ്മൾ മാത്രമല്ല, എല്ലാ വിഭാഗം ആളുകളും, സുന്നികളായ എല്ലാവരും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങളിൽ നിന്നു തന്നെ അദ്ദേഹത്തിന് പരസ്യമായ താക്കീതുകൾ ലഭിച്ചു. അങ്ങനെ നമ്മുടെ ആദർശപരമായ പോരാട്ടത്തിനു മുന്നിൽ പൂർണ്ണമായും നിരായുധനായ, നിസ്സഹായനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹത്തിന്റെ ഒരു ചാവേറിനെ ഇറക്കി വിടുകയാണ്. ആരാണത്? അയാൾ എന്തു പിഴച്ച വാദങ്ങൾ പറഞ്ഞാലും, എന്തു വഴി പിഴച്ച ആശയങ്ങൾ പേരോട് സഖാഫി പറഞ്ഞാലും അതിനെയെല്ലാം വെള്ളപൂശി വൈറ്റ് വാഷ് ചെയ്യാൻ നടക്കുന്ന ഒരു വൈറ്റ് വാഷ് മൗലവി, വാളക്കുളം മൗലവി, അദ്ദേഹം രംഗത്ത് വന്നുകൊണ്ട് പറയുന്നു, ഇബ്നു തൈമിയയുടെ വിഷയത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ നിലപാട് അത് തെറ്റല്ല, അത് ഇമാമിങ്ങൾ പറഞ്ഞ അതേ നിലപാടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണ്. 8 മാസത്തെ വനവാസത്തിനു ശേഷം വാളക്കുളം മൗലവി പുറത്തുവിട്ട 88-ാം ഖണ്ഡനത്തിലെ ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. നമ്മുടെ വകയിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. അദ്ദേഹത്തെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ഇമാമുകൾ പറഞ്ഞതല്ലേ നമുക്കറിയൂ. ഇമാമുകൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് നിലപാടെടുക്കാം. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങളും പറഞ്ഞിട്ടുള്ളത്, എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അപ്പോ അദ്ദേഹം ഒരു വലിയ പണ്ഡിതനാണ് എന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അബദ്ധമല്ലാതെയായി പോവുകയില്ല എന്ന് നമ്മുടെ ഉസ്താദുമാരൊക്കെ പറഞ്ഞു. ഇതാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പേരിലാണ് ഈ മൗലവിമാര് കുറെ കാലമായിട്ട് കളവുകൾ പറഞ്ഞ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പേരിൽ തന്നെയാണ് ഇവിടെയും കളവ് പറഞ്ഞത്. എന്താണ്? ഇബ്നു തൈമിയുടെ മദ്ഹ് പറഞ്ഞു പോയി. എന്താ മദ്ഹ് പറഞ്ഞത്? മദ്ഹ് ഇമാമുകളൊക്കെ പറഞ്ഞത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ആ അദ്ദേഹം വലിയ പണ്ഡിതനാണ് എന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അബദ്ധമാവാതിരിക്കുകയില്ല എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദും പറഞ്ഞത്. എന്താണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞു വെച്ചത്? ഇബ്നു തൈമിയെ കുറിച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി BKF-ൽ നടത്തിയ പരാമർശങ്ങൾ അത് മുൻകഴിഞ്ഞു പോയ ഇമാമിങ്ങൾ പറഞ്ഞതു മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. വാളക്കുളം മൗലവിയോട് വളരെ വിനയത്തോടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. BKF-ൽ പേരോട് നടത്തിയ ആ അഭിമുഖം കൃത്യമായി വീക്ഷിച്ചവനാണ് ഞാൻ. എനിക്കത് ബോധ്യപ്പെട്ടത് ഇബ്നു തൈമിയെ കുറിച്ച് അദ്ദേഹം നടത്തിയ ആ ചർച്ച അത് കൃത്യമായി ഇബ്നു തൈമിയക്കും അദ്ദേഹത്തിന്റെ വിഷലിപ്തമായ ആശയങ്ങളും ഈ ആദർശ കേരളത്തിൽ മുളപ്പിക്കാനുള്ള ഒരു നിലമൊരുക്കുന്ന ചടങ്ങാണ് BKF-ൽ യഥാർത്ഥത്തിൽ പേരോട് സഖാഫി ചെയ്തത് എന്ന് അത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. അതിന് അദ്ദേഹം ഘട്ടം ഘട്ടമായി അതിൽ നടത്തിയ ഒരു തന്ത്രം എന്താണെന്നറിയുമോ പ്രിയമുള്ളവരെ? അതിനദ്ദേഹം ആദ്യമായി പറഞ്ഞു, ഇബ്നു തൈമിയയുടെ പിഴച്ച ആശയങ്ങൾ, വാദങ്ങൾ, അതിൽ പലതും മഹാന്മാരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമുകൾ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് മറുപടി നൽകുന്നുണ്ട്. ഇബ്നു ഹജറുൽ അസ്ഖലാനിയെ പോലെയുള്ള മഹത്തുക്കൾ ദുററുൽ കാമിന പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്ന വരികൾ വായിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അദ്ദേഹം പറയുകയാണ്, ഇതൊക്കെ ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയതാണ്. നമ്മൾ ഇബ്നു തൈമിയയുടെ കൂടെ ചായ കുടിച്ചിട്ടില്ല, കാപ്പി കുടിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും സത്യാവസ്ഥ നമുക്കറിയില്ല എന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ ഈ പറയുന്ന പേരോട് സഖാഫി നടത്തുകയാണ്. അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഇബ്നു തൈമിയയുടേതായി ഇവിടെ അറിയപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ടോ? അതെ, തനിച്ച കുഫറിന്റെ ആശയങ്ങൾ അദ്ദേഹം എഴുതി വെച്ച അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രന്ഥങ്ങൾ, അത് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ നമ്മൾ കണ്ടിട്ടില്ല എന്ന മുടന്തൻ ന്യായം പറഞ്ഞ് അത്തരം കിതാബുകളുടെ വിശ്വാസ്യതയെ ഈ പറയുന്ന പേരോട് സഖാഫി ചോദ്യം ചെയ്യുകയാണ്. ഞാൻ വാളക്കുളം മൗലവിയോട് ചോദിച്ചോട്ടെ, ഇബ്നു തൈമിയയുടെ
ആശയ ആദർശങ്ങൾ നിരൂപണം ചെയ്ത അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏതു ഇമാമാണ് ഈ രൂപത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത്? 89ാമത്തെ എപ്പിസോഡ് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾക്ക് ഇതിനുള്ള മറുപടി കിട്ടിയേ പറ്റൂ. മറുപടി കിട്ടണം. എന്നിട്ട് മൂപ്പരെന്ത് ചെയ്തെന്നറിയുമോ? പേരോട് സഖാഫി ഇബ്നു തൈമിയ്യക്കെതിരുള്ള ഇത്തരം വിഷയങ്ങൾ അത് കൃത്യമായി സംശയത്തിന്റെ പേരു പറഞ്ഞ് സംശയത്തിന്റെ നിഴലിലേക്ക് തള്ളിമാറ്റി അദ്ദേഹം പറയുകയാണ്, ഇബ്നു തൈമിയ്യക്ക് ചില ആശയ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഇബ്നു തൈമിയ്യ തൗബ ചെയ്തിട്ടുണ്ട്. പേരോട് സഖാഫി BKF-ൽ പറഞ്ഞതാണിത്. ആ ഭാഗം കൂടി നിങ്ങൾക്കൊന്നു കേൾക്കാം. وكتبه أحمد بن تيمية ثم أشهدوا عليه أنه تاب مما ينافي ذلك مختارا. അങ്ങനെ നേരത്തെ അതിനെതിരായിട്ട് അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞു പോയതോ എഴുതിപ്പോയതോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അദ്ദേഹം തൗബ ചെയ്തു എന്നതിന് അവർ സാക്ഷികളെയും നിർത്തി. മുഖ്താറൻ, ആരും നിർബന്ധിച്ചിട്ടൊന്നല്ല, യഥേഷ്ടം തന്നെ. وذلك في خامس عشر ربيع الأول سنة 707. അങ്ങനെ 707 കൊല്ലത്തിലാണത്. അങ്ങനെ وشهد عليه بذلك جمع من العلماء وغيرهم. ധാരാളം പണ്ഡിതന്മാരും ഒരുപാട് ആളുകളും അതിനവിടെ സാക്ഷി നിന്നു. വസക്കനൽ ഹാൽ, അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവാദവും പ്രശ്നവും അദ്ദേഹത്തെ ജയിലടക്കിയ പ്രശ്നവും ഒക്കെ അതോടുകൂടി അടങ്ങുകയും ചെയ്തു. വൗഫുരിജ അൻഹു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രശ്നമൊക്കെ അദ്ദേഹത്തിനും പരിഹരിക്കപ്പെട്ടു. വസക്കനൽ ഖാഹിറ, അദ്ദേഹം കൈറോവിൽ പിന്നെ താമസിക്കുകയും ചെയ്തു. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ അദ്ദേഹം എഴുതി ഒപ്പിട്ട് കൊടുത്താണ്. അപ്പോ എന്താണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്? ഇബ്നു തൈമിയ്യയുടെ ആശയ വ്യതിയാനങ്ങളിൽ നിന്ന് ഇബ്നു തൈമിയ്യ തൗബ ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹം എടുത്തെടുത്തു പറയുന്നു, ഇബ്നു തൈമിയ്യ സ്വന്തം ഇഷ്ടപ്രകാരം തൗബ ചെയ്തു, അത് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ നമുക്ക് ലഭിച്ചു എന്നുള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞ് ഇബ്നു തൈമിയ്യയുടെ തൗബ അത് ശരിയായ തൗബയായിരുന്നു എന്ന് സ്ഥിരപ്പെടുത്താൻ പേരോട് മൗലവി BKF-ന്റെ വേദിയിൽ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പോയിന്റ് എത്തിയപ്പോൾ അദ്ദേഹത്തെ വെളുപ്പിച്ചെടുക്കാമെന്ന വാളക്കുളം മൗലവി അദ്ദേഹം നിസ്സഹായനായി. ചരിത്രപരമായ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് തികട്ടി വന്നു. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ പേരോട് മൗലവിയെ വെളുപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നു മാത്രമല്ല, പേരോടിന്റെ ഈ വിദണ്ഡവാദം പ്രാമാണികമായി വാളക്കുളം മൗലവി ഗണ്ണിക്കുകയും ചെയ്തു. ആ ഭാഗം കൂടി നിങ്ങളൊന്ന് കേൾക്കി. വട്ടൂരികൾ, കള്ളത്തൊരീഖത്തുകാരും ഇബ്നു തൈമിയ്യയൊക്കെ ആദർശ വ്യതിയാനത്തിന്റെ കാര്യത്തിൽ, ആദർശത്തിൽ സ്ഥിരതയില്ലാത്ത വിഷയത്തിൽ എല്ലാവരും ഒരുപോലെ. അദ്ദേഹം മരണപ്പെടുന്നത് 728-ലാണ്. അവിടെ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഉത്തരം മുട്ടിയപ്പോൾ അവിടെ അദ്ദേഹം അത് സമ്മതിച്ചു കൊടുക്കുകയാണ്. സമ്മതിച്ചു കൊടുത്തിട്ട് പിന്നെ അദ്ദേഹം വീണ്ടും ആശയത്തിൽ നിന്നും മാറി. അദ്ദേഹം വീണ്ടും തന്റെ ആശയത്തിൽ നിന്നും മാറി 20 കൊല്ലം ജീവിച്ചിട്ട് ഇവിടെ പണ്ഡിതന്മാർക്ക് മുമ്പിൽ എഴുതി കൊടുത്ത ആശയത്തിന് അനുകൂലമായി ആ ആശയത്തിലെ അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലേക്ക് വന്നു എന്നും ഞാൻ അശരിയായി എന്നൊക്കെ പറഞ്ഞു എഴുതി കൊടുത്തെങ്കിലും അദ്ദേഹം നേരത്തെ പറഞ്ഞ ആശയങ്ങൾ തിരുത്തിയിട്ട് പിന്നെ ഇവിടെ എഴുതിയിട്ടില്ല. അദ്ദേഹം വീണ്ടും തന്റെ പുത്തൻവാദത്തിലേക്ക് തന്നെ പോയി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി പിന്നെ പറയുകയാണ്. ഇത് തന്നെയാണ് ഇബ്നു തൈമിയ്യയുടെ ചരിത്രം പഠിച്ച എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞത്. പിന്നെ എന്ന ഗ്രന്ഥത്തിൽ സുബിക്കി ഇമാമിന്റെ ഈ ഗ്രന്ഥത്തിന്റെ അദ്ദേഹം ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് ഇബ്നു തൈമിയ്യ ചെയ്ത തൗബ അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമുകളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയായപ്പോ, നിക്കക്കള്ളിയില്ലാതെയായപ്പോ അദ്ദേഹം മാപ്പെഴുതി രക്ഷപ്പെട്ട് അപ്പുറത്തു പോയി അഹ്ലുസുന്നയുടെ വാദങ്ങൾക്കു നേരിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് സാക്ഷാൽ വാളക്കുളം മൗലവിയാണ് പറയുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞ പേരോട് മൗലവി എന്താ പറഞ്ഞു വെച്ചത്? അദ്ദേഹം പറഞ്ഞത് ഇബ്നു തൈമിയ്യ ചെയ്ത തൗബ അത് ശരിയാണ്, അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും ആ തൗബയോടുകൂടി അവസാനിച്ചു, അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ അവസാനിച്ചു, അദ്ദേഹം കെയ്റോയിൽ സ്ഥിര താമസമായി ജീവിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വാളക്കുളം മൗലവിയുടെ ഗണ്ണനങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ എപ്പിസോഡുകൾക്കുള്ള ഒരു നേട്ടം ഇതാണ്. അദ്ദേഹം ന്യായീകരിക്കാൻ പേരോട് മൗലവി പറഞ്ഞത് ശരിയാണെന്ന് വരുത്താനാണ്, അത് പറഞ്ഞാണ് അദ്ദേഹം എപ്പിസോഡുകൾ തുടങ്ങുക. എന്നാൽ പകുതി എത്തുമ്പോൾ അയാൾ തന്നെ പേരോട് മൗലവിക്ക് ഇബാറത്ത് വായിച്ച് ഗണ്ണനം നടത്തുന്ന സാഹചര്യത്തിലേക്ക് അദ്ദേഹം എത്തും. ഒരു പ്രത്യേകതരം പ്രതിഭാസമാണ്.
എന്നാൽ ഈ അവസ്ഥ അധികം തുടർന്നു പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം വന്ന ജോലി നിർവഹിക്കണം, വാങ്ങിയ ക്യാഷിന് ജോലി എടുക്കണമെന്നൊക്കെ പറയുന്നത് പോലെ പേരോടിനെ വെളുപ്പിക്കാൻ അദ്ദേഹം ഒരു വിഫല ശ്രമം, ഉള്ളിലൂടെ പൊതിഞ്ഞൊരു കളവ് പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ പറ്റിക്കാൻ അദ്ദേഹം നടത്തുന്ന ഒരു ശ്രമം കൂടി നിങ്ങൾ കാണുക. വീണ്ടും അദ്ദേഹത്തിന്റെ നിലപാട് മാറി, ആദർശം മാറി. അങ്ങനെ അദ്ദേഹം ഒരുപാട് ഇത് ഒരു പ്രാവശ്യം മാത്രമല്ല, പണ്ഡിതന്മാരുടെ മുമ്പിൽ വരുമ്പോ അദ്ദേഹം നിലപാട് മാറ്റി എഴുതി കൊടുക്കുന്നു, മാപ്പെഴുതി കൊടുക്കും പോലെ എഴുതി കൊടുത്തത് ഒരു സംഭവം മാത്രമല്ല. അദ്ദേഹം ഒരുപാട് ഹിജറ 698, ഹിജറ 705, 718, 721, 722, 726 അദ്ദേഹത്തിന് ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആദർശ സ്ഥിരതയില്ലാത്ത വിഷയത്തില് ഇവരെ പോലെ തന്നെയാണ്, ഈ കള്ളത്തുരീഖത്തുകാരെ പോലെ തന്നെയാണ്, വഹാബികളെ പോലെ തന്നെയാണ് ഇബ്നു തൈമിയ്യ. എന്നാൽ ആ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഈ നിലപാട് മാറ്റം ഇമാമുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഇമാമുകൾ പറഞ്ഞ വിഷയം അത് തന്നെയാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇമാമുകൾ ഇബ്നു തൈമിയ്യന്റെ വിഷയത്തിൽ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് നമ്മൾ പറയേണ്ടത്. അതിലപ്പുറമായിട്ട് നമ്മൾ സ്വയം പറയേണ്ടതില്ല എന്നതാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദും പറഞ്ഞിട്ടുള്ളത്. കള്ളം ഇങ്ങനെ നീട്ടി വലിച്ചത് പറഞ്ഞതുകൊണ്ട് സത്യമാകുമോ? ഞാൻ സാക്ഷാൽ വാളക്കുളം മൗലവിയെ വെല്ലുവിളിക്കുകയാണ്. ഇബ്നു തൈമിയ്യയുടെ തൗബയെക്കുറിച്ച്, കാക്കത്തൗബയെക്കുറിച്ച്, അത് അഹ്ലുസുന്നയുടെ ഇമാമുകൾക്ക് മുന്നിൽ നിന്ന് തടിയൂരാൻ നടത്തുന്ന അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം തന്ത്രമായിരുന്നു എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ ഇമാമുകളും രേഖപ്പെടുത്തിയപ്പോ ആ രൂപത്തിലുള്ള ഒരു പരാമർശം BKF-ന്റെ വേദിയിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തിയത് അടുത്ത എപ്പിസോഡിൽ കാണിക്കാൻ സാക്ഷാൽ വാളക്കുളത്തിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. സാധിക്കുകയില്ല. ഇപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇബ്നു തൈമിയ്യ തൗബ ചെയ്തു, അദ്ദേഹത്തിന് ഇനി ഒരു കുഴപ്പമില്ല. അടുത്ത സ്റ്റെപ്പിൽ പേരോടിന് പറയാം, ഇബ്നു തൈമിയ്യ എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിയാണ്, ഞങ്ങളുടെ ആശയ സ്രോതസ്സാണ് ഇബ്നു തൈമിയ്യ എന്ന് പേരോടിന് പറയാം. പക്ഷേ BKF-ന്റെ വേദിയിൽ അദ്ദേഹം ഭയം കൊണ്ടത് പറഞ്ഞില്ല. മറിച്ച് അദ്ദേഹം എന്തു പറഞ്ഞു? ഇബ്നു തൈമിയ്യ എന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ ഇപ്പോൾ നിലപാട് പറയേണ്ടതില്ല. ഞാൻ അടിവരയിട്ടു പറയുന്നു, ഇബ്നു തൈമിയ്യയെ കുറിച്ച് അനുകൂലമായി സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അനുകൂലമായി പരാമർശം നടത്തുന്ന കാലം വിദൂരമല്ല എന്ന് ഞാൻ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാ. കാരണം അദ്ദേഹത്തിന് ഇബ്നു തൈമിയ്യയെ കുറിച്ച് ന്യായീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഇദ്ദേഹം പറഞ്ഞ വിഷലിപ്തമായ ആശയങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചിലപ്പോൾ നിഴൽ കാണാറുണ്ടായിരുന്നു എന്ന വിഷയം പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പറഞ്ഞതാ. അതിവിടെ ആദ്യം പറഞ്ഞത് ഇബ്നു തൈമിയ്യയാണ്. അതുപോലെ തന്നെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹബീബായ തങ്ങളാണെന്ന് പറഞ്ഞ് സ്വപ്നത്തിൽ പിശാചു വരുമെന്ന് പറഞ്ഞ വാദം, അതുപോലെയുള്ള എല്ലാ പിഴച്ച വാദങ്ങളുടെയും സ്രോതസ് അത് ഇബ്നു തൈമിയ്യയാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയ്യയെ ന്യായീകരിക്കാതെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ഈ പറയുന്ന AP വിഭാഗവും ഇത്ര വലിയ ആശയ പാപ്പരത്യത്തിന്റെ പടുകുഴിയിൽ എത്തിപ്പെട്ടതെന്ന്? അവര് തൊട്ടത് സെന്റർ പോയിന്റിലാണ്. അതേ ശൈഖുൽ മശായിഖ് ഖുതുബുൽ ആലം ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ലോകത്തിലെ ഏറ്റവും വലിയ സത്യം ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകളുടെ വാക്കുകളെ, അവിടുത്തെ സ്ഥാനനാമങ്ങളെ ഈ പറയുന്ന AP വിഭാഗം കളവാണെന്ന് പറഞ്ഞപ്പോ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ കളവ്, കള്ളൻ, കൊള്ളക്കാരൻ ഇബ്നു തൈമിയ്യയെ കുറിച്ച് അവർക്ക് ന്യായീകരിക്കേണ്ടി വന്നു, അവർക്ക് വെളുപ്പിച്ചെടുക്കേണ്ടി വന്നു. എന്നാൽ ഇത്രയൊക്കെ ശിക്ഷകൾ ഇറങ്ങിയിട്ടും അവരാ വഴിയിൽ നിന്ന് പിറകോട്ട് പോകുന്നുണ്ടോ? ഇല്ല. ഇന്നും അതുതന്നെയാണ് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ശൈഖുൽ മശായിഖ് തങ്ങളെ കുറിച്ച് സമീപകാലത്ത് ഒരാൾ ഒരു പാട്ട് പാടുകയുണ്ടായി. നമ്മളുമായിട്ട് നേരിട്ട് പരിചയമുള്ള ഒരാളൊന്നുമല്ല അദ്ദേഹം. ആ പാട്ടിൽ ശൈഖുൽ മശായിഖ് തങ്ങളെ മാലിക്കുൽ മുലൂക്ക് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടത്രേ. അതുപോലെ അർശിന്റെ നാഥനാണ് ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനവർകളെന്ന് ആ പാട്ടിൽ പറയുന്നുണ്ടത്രേ. ഈ പാട്ട് കേട്ടപ്പോ മുഹയ്യിദ്ദീൻ മാല കേട്ട് വഹാബികൾ സുന്നികളെ മുശ്രിക്കാക്കിയതുപോലെ
ഈ പറയുന്ന മുസ്ലിം ജമാഅത്തിന്റെ ആളുകൾ ശിർക്കാരോപണവുമായി രംഗത്ത് വരികയാണ്. നമ്മൾ വളരെ ശക്തമായി പറഞ്ഞു, ഈ ഒരു വാക്കിന്റെ പേരിൽ നിങ്ങൾ ശിർക്കിന്റെയും കുഫറിന്റെയും പരിധിയിൽ നിക്ഷയിക്കാൻ തുടങ്ങിയാൽ ആദ്യം നിങ്ങൾ പറയേണ്ടി വരിക മഹാനരായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ അഅ്ളം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളെയാണ്. കാരണം മഹാനവർകൾ തന്നെ പാടിയിട്ടുണ്ട്, വശാഹത്തു മാ ഫൗഖസ് സമാവാതി കുല്ലിഹാ കദൽ അർശു വൽ കുർസിയ്യു ഫീ തയ്യി ഖബ്ദതി. ആകാശഗംഗക്കും മേലിലുള്ള മുഴുവൻ വസ്തുക്കൾക്കും ഷാഹിദാണു ഞാൻ എന്ന് മാത്രമല്ല, അതേ അള്ളാഹുവിന്റെ പ്രത്യേക സൃഷ്ടികളായ അർശുണ്ടല്ലോ, കുർസിയുണ്ടല്ലോ, അതിൻ്റെ എല്ലാം അധികാരി ഞാനാണെന്ന് മഹാനരായ ഗൗസുൽ അഅ്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഇവരോട് നമ്മൾ പറഞ്ഞപ്പോ അതിനുമുണ്ട് വാളക്കുളത്തുകാരൻ്റെ പരാമർശം. അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പച്ചയിൽ കുഫർ പറഞ്ഞ് ആ കുഫർ കേട്ട് മറ്റുള്ളവർ പാട്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് ആ കുഫറിനെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നു. ഒന്ന് കേൾക്കാം. മറിക്ക് ചങ്ങായി ഗൗസുൽ അഅ്ലമിന്റെ ബൈത്ത്, ഒറ്റ ബൈത്ത് വരെ അന്റെ മൊത്തം പൊട്ടാൻ. വശാഹത്തു മാ ഫൗഖസ് സമാവാതി കുല്ലിഹാ കദൽ അർശു വൽ കുർസിയ്യു ഫീ തയ്യി ഖബ്ദതി. ഒന്ന് അർത്ഥം പറയുന്നത്, ആകാശത്തിന്റെ മുകളിലുള്ളതിലും ഞാൻ ഷാഹിദാണ്. പിന്നെ പറഞ്ഞ എന്താ? കദൽ അർശു, അർശില്ലേ, അർറഹ്മാനു അലൽ അർശി ഇസ്തവഅ അർശനെ, വൽ കുർസിയു, വസിയ കുർസിയുഹു സമാവാത് എന്ന കുർസിയനെ, ഫീ തയ്യി ഖബ്ദതി, എന്റെ കൈയിന്റെ ഉള്ളനടിയിലാണ്. അർശിന്റെ അധിപനാണോ ശൈഖ് മുഹിയുദ്ദീൻ. മുഹിയുദ്ദീൻ ശൈഖ് ഗാഫിറാണ് അഭിപ്രായമുണ്ടോ? ഫുതൂൽ ഗൈബിന്റെ അവസാനത്തിൽ പറഞ്ഞ വരി തിരുത്തോ? അതിൻ്റെ ഒന്നും തിരുത്തേണ്ട ഒരു ആവശ്യമില്ല. മൗലവി, താങ്കൾക്ക് അതിന്റെ അർത്ഥമറിയില്ല. പച്ചയിൽ കുഫർ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ വാചകം കൊണ്ടുവന്നതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ? ഒരിക്കലും അതിന് സമ്മതിക്കുകയില്ല. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അർശിന്റെ നാഥനാണ് ഞാൻ എന്ന് പറഞ്ഞോ? അർശിന്റെ നാഥനാണെന്ന് പറഞ്ഞോ? ഇല്ല. അല്ലാഹു തആല അർശിലും ആകാശലോകത്തും ഒക്കെ ബഹുമാനപ്പെട്ടവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്? അതിനാരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? അതാണ് വാളക്കുളം മൗലവി. നമ്പറിട്ട് പൊട്ടത്തരം പറയാൻ പ്രത്യേകം ഡോക്ടറേറ്റ് എടുത്ത മഹാനാണ് അദ്ദേഹം. അദ്ദേഹം പറയാണ്, ഇത്തരം ശിർക്കുള്ള കുഫറുള്ള പാട്ടുകൾ അത് മഹാനരായ ഗൗസുൽ അഅ്ലം തങ്ങളെപ്പോലെയുള്ള മശായിഖന്മാരുടെ ബൈത്തുകൾ ഉപയോഗിച്ച് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്ത് ന്യായീകരിക്കുകയാണ്. തൊട്ടടുത്ത നിമിഷം തന്നെ അദ്ദേഹം പറയാണ്, ഗൗസുൽ അഅ്ലം തങ്ങൾ, മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ, അവർ അർശിന്റെ കുർസിയുടെ അധികാരിയാണ്, അവർക്ക് അവിടെയൊക്കെ അധികാരങ്ങളുണ്ട്. എത്ര വലിയ വിഡ്ഢിത്തമാണ്! അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മഹ്ലരി ഉസ്താദ് വിഷയാസ്പദമായി തന്നെ വിശദീകരിച്ച് സംസാരിക്കാനിരിക്കുന്നു. ഈ പറയുന്ന മഹത്തുക്കളായ മശായിഖന്മാർ, അവർക്കെതിരിൽ രംഗത്ത് വരുന്ന കപട പണ്ഡിതന്മാരുടെ അവസ്ഥയാണിത്. ഇതിൽ നിന്നെല്ലാം നമ്മൾ കൃത്യമായി പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മഹത്തുക്കളായ മശായിഖന്മാരുടെ അവരുടെ പക്ഷത്ത് അടിയുറച്ചു നിൽക്കണം. അവർ പറയുന്നതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അവരുടെ തൃപ്തിയിലായി മരണമടയാൻ നമുക്ക് തൗഫീഖ് ലഭിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്തിഖാമത്ത് നൽകുമാറാകട്ടെ.